അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഓറഞ്ച് ജാമിൻ്റെ റെസിപ്പിയാണ്. ഓറഞ്ച് ജാം ചെയ്യാത്തവരുണ്ടാവും. ഓറഞ്ച് എപ്പോഴും വീട്ടിലുണ്ടാവുന്നൊക്കെ ഫ്രൂട്ട് തന്നെയാണല്ലോ. പക്ഷെ എല്ലാവർക്കും പേടിയുള്ളത് അത് കയ്പ്പ് വരുമോ എന്നൊക്കെയുള്ള സംശയമായിരിക്കും. അപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓറഞ്ച് ജാം കയ്പ്പില്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു കളറും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും റെസിപ്പി മുഴുവനായിട്ട് കണ്ടു നോക്കുക. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഞാനിന്നിവിടെ 6 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് സൈസിലുള്ള ഓറഞ്ചും എടുക്കുക. അപ്പോൾ നല്ല കളറുള്ള ഓറഞ്ച് ആണെങ്കിൽ ജാമിന് നല്ല കളർ കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ കുരുവും തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഓരോ അല്ലികളായിട്ട് അടർത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളഭാഗം അതുപോലെ കുരുവും കുടുങ്ങരുത് കേട്ടോ. ആ കുരു കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കയ്പ്പ് വരും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ഓറഞ്ച് ജാം കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യരുത്. അതിലുള്ള ആ വെള്ളം മാത്രം മതി. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ജ്യൂസാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ അത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ജാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, മുഴുവനായിട്ട് തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാരൻ്റെ അളവിലൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. നല്ല പുളിപ്പുള്ള ഓറഞ്ച് ആണെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി ഒരു ഓറഞ്ചിൻ്റെ തൊലി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ആ വെള്ളഭാഗം കുടുങ്ങാണ്ട് വേണം നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇതാണ് ഈ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കൊടുക്കുന്നത് ഈ ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കുറച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് തീ കുറച്ച് വെച്ചാൽ മതി. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല പുളിപ്പുള്ള ഓറഞ്ച് ആണെങ്കിൽ 2 കപ്പ് പഞ്ചസാരക്ക് വേണ്ടി വരും കേട്ടോ. അത് അധികം പുളിപ്പില്ലാത്ത ഓറഞ്ച് ആയതുകൊണ്ട് ഞാൻ 1.5 കപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾ എല്ലാ ഓറഞ്ചിനും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. ഇനി നമുക്കത് തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. ഈ ഓറഞ്ച് ജ്യൂസിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുമ്പോൾ തന്നെ ഇത് കുറുകി തുടങ്ങും. ജാം നേരത്തെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു കറക്റ്റ് പാകവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓറഞ്ചിൻ്റെ ഞെട്ടി ഒരു ഇത്തിരി കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും പുറത്തൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഓറഞ്ച് ഫുഡ് കളറൊക്കെ ചേർക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കളറൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. നമുക്ക് ഓറഞ്ചിൻ്റെ ആ ഒരു കളർ തന്നെ മതി. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറുകി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ തെറിക്കും കേട്ടോ, തിളക്കുന്ന സമയത്ത് തന്നെ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വലിയ പാത്രത്തിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ തെറിക്കലൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഒരു മായം ഒന്നും ചേരാത്ത ജാം നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം വറ്റി നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിനേക്കാളും കുറുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം നിങ്ങൾ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ടൈറ്റ് ആവും. പിന്നെ ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിൽ തന്നെ തീ ഓഫ് ചെയ്യാണ്. ഇത് ഞെരിക്കുന്തോറും ഒന്നുകൂടെ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചൂടോട് കൂടിയാണ് ഈ ജാം ഇരിക്കുന്നത്. അപ്പോൾ ഇനി തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ അത് സെറ്റായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഓറഞ്ച് ജാമിന്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.